കോടതി ഉത്തരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും മറികടന്ന് അനധികൃത നിർമ്മാണം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത ഇടുക്കി ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് ഉടമ തുറന്നു. നിർമ്മാണം തുടർന്നാൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന ഹൈക്കോടതിയുടെ താക്കീതും മറികടന്നാണ് നിർമ്മാണവും പ്രവർത്തനവും തുടരുന്നത്. തുറന്ന് പ്രവർത്തിക്കുന്നുവെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടും തഹസിൽദാർ നടപടിയെടുക്കുന്നില്ല. കോട്ടയം സ്വദേശിയായ ബിപിൻ വിജയകുമാർ എന്ന ആളാണ് മാൻകുത്തിമേട്ടിൽ വനാനി കാരവാൻ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇയാൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി കൂടാതെ സമീപത്തുണ്ടായിരുന്ന സർക്കാർ ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയതോടെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. 2024 മെയ് 13 റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കാരവാനുകൾ സീൽ ചെയ്യുകയും ഗേറ്റ് പൂട്ടി സർക്കാർ വക സ്ഥലമെന്ന ബോർഡും സ്ഥാപിച്ചു. എന്നാൽ എല്ലാ ഉത്തരവുകളും ലംഘിച്ച് റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് എടുത്തു മാറ്റി സീൽ ചെയ്ത കാരവാനുകൾ തുറന്ന് പ്രവർത്തിച്ചിരിപ്പിക്കുകയാണ് നിലവിൽ. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്നും ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, സീൽ ചെയ്ത കാരവാനുകളടക്കം തുറന്നതായും ഏറ്റെടുത്ത ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് മാറ്റിയതായുമുള്ള റിപ്പോർട്ടും വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചത് മാത്രമല്ല, വില കൊടുത്തു വാങ്ങിയെന്ന് പറയപ്പെടുന്ന പട്ടയഭൂമിയുടെ പട്ടയം സംബന്ധിച്ചും അവ്യക്തതകൾ ഉണ്ട്. ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും സർക്കാരിന്റെ ഉത്തരവിലും നിർദ്ദേശമുണ്ട്. തൽസ്ഥിതി തുടരണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിന് കേസെടുക്കണമെന്ന് കാണിച്ച് ഉടുമ്പൻചോല പോലീസിനും റവന്യൂ വകുപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. ചില ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് കോടതിയെപ്പോലും വെല്ലുവിളിച്ച് വനാനി കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.